പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ട് പഠിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നതിന്റെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അടുത്ത 30 സെക്കൻഡ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നല്ല മോട്ടിവേഷനോട് കൂടിയിരുന്ന് പഠിക്കാൻ നമ്മൾ റെഡിയാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഭയം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്നു, ഇതിനുള്ള ഫലം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുമോ എന്നുള്ള ചിന്ത. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ മോട്ടിവേഷനൊക്കെ ഈ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ എങ്ങോട്ടോ പറന്നു പോകുന്നത്. പക്ഷെ നിങ്ങൾ ഒരു സത്യം തിരിച്ചറിയണം. ഈ തോറ്റുപോകുമോ എന്നുള്ള പേടിയുണ്ടല്ലോ, അതിനേക്കാൾ വളരെ മോശപ്പെട്ട അവസ്ഥയാണ് പരിശ്രമിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം. പലപ്പോഴും ഈ ഫിയർ ഓഫ് ഫെയിലിയർ കാരണം ഒന്നും ട്രൈ ചെയ്യാതിരിക്കുന്ന ആൾക്കാർ പിന്നീട് അനുഭവിക്കുന്ന കടന്നു പോകുന്ന വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് ആ ഒരു ഗിൽറ്റ്, ആ ഒരു കുറ്റബോധം. അയ്യോ, ഞാൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നുള്ള ആ ഒരു ഉൾവിളി. ആ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കൂ. ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ റിസ്ക് എടുക്കേണ്ടി വരും. റിസ്ക് എടുക്കാതെ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. എപ്പോഴും ഗ്രോത്ത് സംഭവിക്കുന്നത് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്താണ്. നമ്മൾ ഈ കാണുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് അവിടെ ഉണ്ട്. ആ സൊല്യൂഷൻ ഇരിക്കുന്നത് കംഫർട്ട് സോണിന്റെ പുറത്താണെന്ന് മാത്രം. എനിക്കറിയാം, വളരെ ചലഞ്ചിങ് ആയ ഒരു യാത്രയാണ് PSC അല്ലെങ്കിൽ UPSC SSC പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ആ ഒരു യാത്രയിൽ പല തരത്തിലുള്ള ഫിയറും നമ്മൾ ഫേസ് ചെയ്യും. പക്ഷെ ആ പരീക്ഷകളൊക്കെ ജയിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിവാർഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്റ്റേബിൾ ലൈഫ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സമൂഹത്തിലെ പദവി, ഇതൊക്കെ നമ്മൾ ഇന്ന് എടുക്കുന്ന റിസ്കിനേക്കാൾ വാല്യുബിൾ ആണ്. സോ തളരാതെ തന്നെ മുന്നോട്ട് പോകണം. ഈ യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഫ്രീ കണ്ടന്റുകൾ യൂട്യൂബ്, ടെലിഗ്രാം ചാനൽസ് വഴി നിങ്ങൾക്ക് തരുന്നതാണ്. അത് മാത്രമല്ല, ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി ഒരു അഫോർഡബിൾ കോഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും 10th +2 ലെവലിലുള്ള മറ്റ് PSC പരീക്ഷകൾക്കും ഞങ്ങൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. സോ റൈറ്റ് അവേ പഠിച്ചു തുടങ്ങുക. പുഷ് ദ കോമ്പറ്റീഷൻ.